ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബീന ആന്റിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടാരം പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പാസ്റ്റർ സൈമൺ മാത്യു ആണ് എന്നെ പരിചയപ്പെടുത്തിയത്. ദൈവാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവം തന്നല്ലോ. ഈ ഭൂപരപ്പിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബിനാൻഡി, അതുപോലെ അജയ് അങ്കിള്, ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര്, ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ, അതുപോലെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ വാത്സല്യ കർത്താവിന്റെ ദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. മുഖവരകൾ അധികം പറയാതെ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലും ദൈവം നമ്മളോട് ഇടപെടുവാൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം നമുക്കില്ല. അവൻ തികച്ചും ദൈവാത്മാവിന് നമുക്ക് കീഴ്പ്പെടാം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവമക്കളെ, നമുക്ക് ലഭിച്ചതൊരു വലിയ ഭാഗ്യമാണ്. ഓരോ ദിവസവും ഓരോ സമയത്തും ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കാൻ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം വേറെ 1000 ദിവസത്തെക്കാൾ, ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഈ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും കടലിൽ വേറെ 1000 മണിക്കൂറുകളെക്കാൾ ഉത്തമമാകയാൽ നാം ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നതും ഒക്കെയാണ്. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മളെ നിലനിർത്തുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ പ്രാർത്ഥനകൾ, വചനധ്യാനം, ആരാധന, ഇതെല്ലാം ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപയിൽ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ബലം പ്രാപിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ കൃപകൾ ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയായി തീരും. നമ്മളെ ദൈവമായ കർത്താവ് അധികം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ അല്പസമയ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം, 19-ാം വാക്യം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയും. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വായിച്ച വേദഭാഗം തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രി കൃത്യമായി ഞങ്ങളോട് ഇടപെടണം. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നലകളിൽ പ്രസംഗിച്ചത് പരിചയം കൊണ്ട് പ്രസംഗിപ്പാൻ ഇടവരരുത്. ദൈവാത്മാവ് ഇടപെടണം. ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടണം. താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പേരുപേരായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭാരത്തോടെ, വേദനകളോടെ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ജനത്തെ കർത്താവെ നിരാശപ്പെടുത്താതെ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിരിക്കുന്ന ഓരോ ഭവനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൂം മീറ്റിംഗിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതെ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കണമേ. എല്ലാം നന്മയാക്കി തീർക്കണമേ, അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹിമപ്പെടും. ആദിയോടം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തണം. അങ്ങനെ നാമം മഹിമപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സൂം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ചിലപ്പോൾ ഒടുവിൽ നമ്മുടെ പ്രസംഗത്തിന്റെ സമയത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു നന്ദി വാക്ക് പറയാൻ ചിലപ്പോൾ വിട്ടുപോയാൽ
അതൊരു ഒരു ശരിയല്ലാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ആദ്യമേ അമ്മേൻ ഒരു വാക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാൽ അമ്മേൻ സ്തോത്രം, എനിക്ക് അതൊരു ബലമായിരിക്കും. നമ്മള് പല സ്ഥലങ്ങളില് സൂം മീറ്റിങ്ങിനെ സംബന്ധിച്ച് വിദൂരതയിലാണ്. പക്ഷേ അമ്മേ ഹല്ലേലൂയ, നമ്മളെ സമീപസ്ഥരാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മേൻ സ്തോത്രം. ആത്മാവിന് ദൂരം ഒരു പ്രശ്നമല്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന് ദൂരം ഒരു പ്രശ്നമേ അല്ല. ഇന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, അങ്ങനെ ഒരു ഭാരം ആർക്കും ഉണ്ടാകരുത്. ആമേൻ സ്തോത്രം. നമ്മള് ഹല്ലേലൂയ സൂം മീറ്റിങ്ങില് നമ്മൾ വളരെ ദൂരെ ആണെങ്കിലും ഹല്ലേലൂയ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലൊക്കെ നമ്മൾ ഏറ്റവും സമീപസ്ഥരായിരിക്കുകയാണ്. അതേപോലെ തന്നെ ആത്മാവ് നമ്മളെ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം നമ്മളെ വിടുവിക്കും, നമ്മളെ ദൈവം ബലപ്പെടുത്തും. ആമേൻ സ്തോത്രം. ചില കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ വന്ന, എന്റെ അന്തരാത്മാവിൽ ദൈവം പ്രകാശിപ്പിച്ച ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 5-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിച്ചത് ആത്മാവിനെ കെടുക്കരുതെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ ഒടുവിലത്തെ ഭാഗങ്ങളിൽ ആണ് ഇത് ചേർത്ത് വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മിക്കവാറും ദൈവസഭകളിലെല്ലാം കർത്തൃമേശ അവർക്ക് ശേഷം ഈ ഭാഗം വായിച്ച്, അപ്പോ 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ താഴോട്ട് ഹല്ലേലൂയ ഏകദേശം 27-ാമത്തെ വാക്യം വരെ ദൈവസഭകളിൽ കർത്തൃമേശയ്ക്ക് ശേഷം വായിച്ച് ആശ്വസിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു വാക്യശകലമാണ്. ഈ വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എന്തിനെഴുതി എന്ന് ചോദിച്ചാല് സ്തോത്രം, സഭയെ ഒന്ന് ഉറപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. സഭ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ വളരെ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവസഭ, തെസ്സലോനിക്ക ദൈവസഭ വളരെ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. ആ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ആ വേളയിൽ അവരെ ബലപ്പെടുത്താൻ, അവരെ അല്ലെങ്കിൽ ഒന്ന് ഉറപ്പിക്കാൻ സ്തോത്രം എഴുതിയ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത തന്നെ വിശ്വാസത്തിന്റെ ശക്തി പ്രാപിക്കുകയും പ്രത്യാശയിൽ ഒന്ന് ഉറക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. അന്ന് ആ തെസ്സലോനിക്ക സഭയ്ക്ക് അന്ന് എഴുതിയെങ്കിൽ ഇന്നും നമുക്കിത് ഒട്ടും അതിന്റെ ഗൗരവം കുറയാതെ നമുക്കിത് അനിവാര്യമാണ്, നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സഭയ്ക്ക് പീഡനങ്ങളൊന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ സഭാവിശ്വാസികൾക്ക് മാനസിക പീഡനത്തിന് ഒരു കുറവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ മാനസികമായിട്ട് ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ്. കാരണം ഉപദേശിക്കുന്നവർ തനിക്ക് തോന്നുന്നത് പോലെ ഉപദേശിക്കുന്നു. ആത്മാവിന് കീഴ്പ്പെടാത്ത ഒരുപാട് ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ജനം ചഞ്ചലിക്കും. ഇത് ശരിയാണോ, അത് ശരിയാണോ, അവിടെ തള്ളിവിടുന്നു, ഇവിടെ ഊതിയിടുന്നു, അവിടെ വല്ലാത്ത അഭിപ്രായങ്ങൾ കാണിക്കുന്നു. സ്തോത്രം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ ജനം വല്ലാതെ മാനസികമായ പിരിമുറുക്കത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താണ് വിശ്വാസം, എന്താണ് അവിശ്വാസം എന്ന് പോലും അറിയാത്ത നിലയിൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭ ഒരു കുഴഞ്ഞ പരുവത്തില്. ഇതിന്റെ നടുവിൽ പ്രത്യാശ ഉണർത്തുകയും വിശ്വാസം ബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ശുശ്രൂഷകളും എല്ലാം ദൈവം ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് അടുക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു പണി കൂടെ നമുക്ക് അടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയതുപോലെ ഹല്ലേലൂയ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിക്കുന്നു. എന്തിനാ? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭ പാടുകയാണ്, ഞാൻ നാളുകൾ എണ്ണി എണ്ണി ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു പാട്ടുകാരൻ പാടി, ഉണ്ടോ ഇനി കാലദൈർഘ്യം, എത്ര നാൾ ഞാൻ ഓടണം,
ചൊല്ലിയിടുക ആത്മാവേ എന്ന ആശ്വാസത്തിനായി. അപ്പോ ആശ്വാസം കൈക്കൊള്ളാൻ വേണ്ടി ദൈവജനം വളരെ ഭാരപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇവിടെ നമുക്ക് കാണുന്നത് ഇവരെ ആ ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ചില സംശയങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ദൈവസഭയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. മരിച്ചവരെ കുറിച്ചുള്ള ഒരു വല്ലാത്ത ഒരു സംശയം, ഇവരെവിടെ പോകും, ഇവര് മരിച്ചതിന് ശേഷം എവിടെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത. അതോ ഇതോടുകൂടി അവസാനിച്ചോ എന്നുള്ളതിനെ കുറിച്ച് അവൻ വളരെ ഭാരപ്പെടുമ്പോഴാണ് 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ പൗലോസ് അതിന് മറുപടി നൽകിയ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവൻ വ്യാകുലപ്പെടരുത്, നിങ്ങൾ അറിവില്ലാതിരിക്കരുത്, അറിവില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. അവൻ കർത്താവ് വരും, കർത്താവ് വരും. കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രത്യാശയുടെ പുസ്തകമായ അവൻ തെസ്സലോനിക്ക ലേഖനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ, ശുശ്രൂഷ മുഖത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഭയാനകമായ, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിച്ചു, ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ഹല്ലേലൂയുള്ള തരത്തിലുള്ള ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്തോത്രം, ഈ തെസ്സലോനിക്ക ലേഖനം വായിച്ച് ആശ്വാസം പ്രാപിച്ച് കൃപയിലേക്ക് മടങ്ങി വരാൻ സർവശക്തൻ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന വേളയിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് അവൻ ഈ പുസ്തകങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഹല്ലേലൂയ, 1 പ്രാർത്ഥന, 2 വചനധ്യാനം, 3 ആരാധന, 4 ഉപവാസം. ഈ 4 കാര്യങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ പരാജയപ്പെടത്തില്ല, അല്ലെങ്കിൽ അവൾ പരാജയപ്പെടത്തില്ല. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ കൊണ്ടുപോകാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് പുതിയൊരു ഉപദേശമല്ല, ഇത് വേദപുസ്തകത്തിന്റെ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഇന്നലെ നമ്മൾ ഹല്ലേലൂയ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ പശ്ചാത്തലം പറഞ്ഞു പോയാൽ ഒത്തിരി അങ്ങ് പറഞ്ഞു പോകും. നമുക്ക് വചനത്തോട് കൂറ് പുലർത്തേണ്ടത് കൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. പൗലോസിന് ഏറ്റവും പരമപ്രധാനമായി പറയാൻ ഒരു കാര്യം, ആത്മാവിനെ കെടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്കിത് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഏത് ആത്മാവിനെ കുറിച്ചാണോ പറയുന്നത് ആ ആത്മാവായിരിക്കാം എന്നൊക്കെയുള്ള പല ചിന്തകൾ നമ്മളുടെ കയറി വരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവിന്റെ കാര്യമാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമാണ്, ദൈവാത്മാവിന്റെ കാര്യം. ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന് കേടുവരുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിനാണ് അത് പറഞ്ഞത്? സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, നിന്റെ വിദ്യാഭ്യാസത്തെ നീ കെടുത്തു കളയരുതെന്ന് പറയും. നിന്റെ വിദ്യാഭ്യാസത്തെ കെടുത്തു കളയും. വിദ്യാഭ്യാസം ഒരിക്കലും കെടുക്കുന്നില്ല, വിദ്യാഭ്യാസം ഒരിക്കലും കെടുന്നില്ല. പക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ നന്നായി പഠിച്ചാൽ അവൻ വിദ്യ അഭ്യസിച്ച് അവൻ വിജയിക്കുന്നവനായി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ വിദ്യാഭ്യാസം അവൻ പ്രാപിക്കുക, വിദ്യാഭ്യാസം പ്രാപിച്ച് അവൻ വരികയാണ്. അവൻ മുതിർന്നവർ പറയും, അല്ലെ മാതാപിതാക്കൾ പറയും, നിന്റെ വിദ്യാഭ്യാസം നീ കെടുത്തു കളയരുത്. പഠിക്കാത്ത കുട്ടി അവന് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ യാതൊരു മികവും കാണിക്കാതെ, ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവന്റെ വിദ്യാഭ്യാസത്തെ അവൻ കെടുത്തു കളഞ്ഞാൽ പറയും, അവന്റെ വിദ്യാഭ്യാസം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് കേട് സംഭവിച്ചിട്ടില്ല, അവൻ പഠിച്ചില്ലെന്നർത്ഥം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആത്മാവിന് കേടൊന്നും വരത്തില്ല. ആത്മാവിനെ പ്രാപിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ അതൊരു പരാജയമായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മാവ് എവിടുന്നാ വന്നത്? ആത്മാവ് വന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മള് എപ്പോഴാ ഇത് വന്നു തുടങ്ങിയത്? പ്രാരംഭമായിട്ട് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തമാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആത്മാവിനെ തന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ഭക്തന്മാർ, ആദ്യ പിതാക്കന്മാർ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ ചരിത്രമല്ല നമുക്കറിയാം. ഒത്തിരി നമ്മൾ അത് പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്, വായിച്ചിട്ടുള്ളവരാണ്, പ്രസംഗിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പെട്ടെന്ന് കൊടിയ കാറ്റ്
കാറ്റടിക്കുന്നത് പോലെ അവൻ ഒരു മുഴക്കം ഉണ്ടായി. അവിടെ ഇരുന്ന് എല്ലാവരുടെ മേലും പതിഞ്ഞു എന്നാ കാണുന്നത്. പതിഞ്ഞു, ആത്മാവ് അവരുടെ മേൽ പതിഞ്ഞു. ഇന്ന് രാത്രിയിലും ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവ് ഇതുവരെ ശരീരത്ത് പതിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളിലേക്ക് പതിഞ്ഞിട്ടില്ലെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി ആത്മാവ് എന്റെ മേലൊന്ന് പതിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനാ പതിയുന്നത്? ദൈവാത്മാവ് പതിഞ്ഞാൽ അതിന് തെളിവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഒരു മനുഷ്യനെ തൊട്ടാൽ അതിന് തെളിവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ അവന് അറ്റസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പേരെല്ലാം എഴുതിയിട്ട് ഒരു സീല് വെക്കും. ഒരു സീല് വെക്കും. എല്ലാ ഓഫീസിലുള്ള ഒരു കാര്യമാണ് സീല് വെക്കുക. എന്താ സീല്? അതിനെ അവിടെ സീല് പതിച്ചു കഴിയുമ്പോൾ അവിടെ അത് തൊട്ടിരുന്നു. അവരുടെ സീല് നമ്മുടെ പേപ്പറിൽ ഒന്ന് തൊട്ടിരുന്നു. അത് തെളിവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട, ആത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ മേൽ പതിഞ്ഞാൽ ആത്മാവ് ഇവന്റെ മേൽ ഉണ്ടെന്ന് ലോകം കാണുന്നവർക്കറിയാം. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവ് പ്രാപിച്ച ജനം ആത്മാവ് ഉണ്ട് എന്ന് കാണുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നീ ഏത് ആത്മാവിനെ പ്രാപിച്ചാലും കാണുന്നവർക്കറിയാം പ്രാപിച്ചത് ഇന്ന സംഭവമാ പ്രാപിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ദൈവാത്മാവിനെ പ്രാപിച്ചാൽ ദൈവാത്മാവിന്റെ സ്വഭാവം പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് ദൈവാത്മാവിനല്ലാത്തത് ഹല്ലേലൂയ ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് പ്രാപിച്ചത് ദൈവാത്മാവല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വഴിയും ശരിയായിരിക്കണം, ലക്ഷ്യവും ശരിയായിരിക്കണം. അല്ലാതെ വഴി വേറെ ലക്ഷ്യം വേറെ എന്ന് പറഞ്ഞ്, ലക്ഷ്യം നല്ലതാണ് അതുകൊണ്ട് ഏത് വഴിയും തിരഞ്ഞെടുക്കാം എന്നൊരു ഉപദേശം വേദപുസ്തകത്തിൽ ഇല്ലവേ ഇല്ല. നിന്റെ നടപ്പ് നിർമ്മലതയോടെ ആയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇവിടെ ആത്മാവ് പതിഞ്ഞാൽ അത് ലോകത്തിന് തിരിച്ചറിയാൻ പറ്റും. അറിയുന്ന ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അറിയാൻ പറ്റുന്ന ആത്മാവ്. അതുകൊണ്ട് ഞാൻ ആത്മാവിനെ പ്രാപിച്ചു, അതുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാരണം അത് ആത്മാവ് ജ്വലിക്കാത്തത് കൊണ്ടാണ്. ആത്മാവ് ജ്വലിക്കാത്തത് കൊണ്ടാണ്. ദുരപാരകലം ജനാർദ്ദന, ആത്മാവ് ഒന്ന് ജ്വലിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആത്മാവിനെ പ്രാപിച്ചിട്ട് ജ്വലിക്കാതിരിക്കുന്ന ജീവിതങ്ങളിൽ ആത്മാവ് ഒന്ന് പ്രാപിക്കട്ടെ. ആത്മാവ് ഒന്ന് ബലപ്പെടട്ടെ. ആത്മാവിൽ ദൈവജനം ഒന്ന് ബലപ്പെടട്ടെ. ഇന്ന് രാത്രി എന്നാൽ ചില നടന്നിരിക്കും. ഇന്ന് രാത്രി നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നീ ഇരിക്കുന്ന ഇരിപ്പ് ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം ദൈവത്തിന് ഏകാഗ്രമാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഇറങ്ങിയാൽ അതിന്റെ പ്രവൃത്തി ആത്മാവ് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവരുടെ മേലെല്ലാം പതിഞ്ഞു. അന്ന് മുതലേ അവരുടെ നാവിൽ നിന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മാവ് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവൻ സ്തോത്രം. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ചില വിടുതലുകൾ ദൈവം അയക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ചില വിടുതലുകൾ. ഇന്നിരിക്കുന്നത് വെറുതെയല്ല. ദൈവത്തിന് സ്തോത്രം. ഈ സൂം മീറ്റിങ്ങുകൾ ഹല്ലേലൂയ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ചില വിടുതൽ നടക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാ. ഏതെങ്കിലും ഒക്കെ ഒരുങ്ങിയാൽ പോരാ. തെസ്സലോനിക്ക ലേഖനം പറയുന്നത് പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഒരുക്കം, അതാണ് നമ്മൾക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ ആത്മാവിനെ പല കാര്യത്തോട് ഹല്ലേലൂയ സ്തോത്രം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ആത്മാവിനെ അഗ്നിജ്വാലയോട് ഉപമിച്ചിരിക്കുക. ആത്മാവിനെ എന്തിനോടാ? അഗ്നിജ്വാലയോട് ഉപമിച്ചിരിക്കുകയാണ്. ആത്മാവിനെ പ്രകാശത്തോട് ഉപമിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആത്മാവിനെ കാറ്റിനോടും വെള്ളത്തോടും ഒക്കെ ഉപമിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആത്മാവിനെ അഗ്നിജ്വാലയോട് ഉപമിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനെ അഗ്നിജ്വാലയോട് ഉപയോഗിച്ചിരിക്കും. അഗ്നിജ്വാലയ്ക്ക് ഒരു ജ്വലനമുണ്ടാകും. അഗ്നിജ്വാലയ്ക്ക് ഒരു ജ്വലനമുണ്ടാകും. ജ്വലിക്കുന്നതനുസരിച്ച് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജ്വലിക്കുന്നതനുസരിച്ച് ഇത് നീം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തീക്കനൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ, അത് ചാരം മൂടി ഇരിക്കുകയാണെങ്കിൽ അനങ്ങാതെ കുറച്ചു നേരം ഇരിക്കും. അതിനെ ആരും ഊതി ചലിപ്പിക്കുന്നില്ലെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ചാരമായിട്ട് അങ്ങ് മാറി അതില്ലാതെയാകും. ദൈവത്തിന് സ്തോത്രം. അത് ആ തീക്കനൽ കെട്ടുപോകും. അതേപോലെ ആത്മാവിനെ പ്രാപിച്ച ദൈവജനം അത് ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ അത് കെട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ കെടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആത്മവരം പ്രാപിച്ചവർ, ദൈവകൃപ പ്രാപിച്ചവർ
പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ, പ്രസംഗിക്കാൻ അറിയാവുന്നവർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നില്ലെങ്കിൽ, അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അത് ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് കെട്ടുപോകും. ഇന്ന് രാത്രി ആത്മാവ് പ്രാപിച്ച ദൈവജനം ആത്മാവിനെ ജ്വലിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് വെറുതെ ഇരിക്കരുത്. അവൻ നട്ടപ്പോ ഒരു കൊട്ട, പറിച്ചെടുത്തപ്പോ ഒരു കൊട്ട എന്ന് പറഞ്ഞതുപോലെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കാതെ ആത്മാവിൽ വളരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അവൻ സ്തോത്രം. ഒരു കുഞ്ഞു ജനിച്ചു, അവൻ കരയും, അവൻ കൈകാലുകളിൽ തടിക്കും, അവൻ സ്തോത്രം. എന്നാൽ 10 മാസം കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കും. 10 മാസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അവൻ സ്തോത്രം. അതേസമയം 10 എഴുന്നേൽക്കുകയോ കമന്നു വീഴുകയോ ചെയ്യാതെ ഇരുന്നാൽ അതിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സങ്കടം ചെറുതായിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം. പ്രായത്തിനൊത്തവണ്ണം വളർച്ചയില്ലാതെ ഭാരപ്പെടുന്ന ഹല്ലേലൂയ ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ പോവുകയാണ്. ദുരമാരകലം വൈഡമാനകലകനാദന ശംധര. ഹല്ലേലൂയ. പ്രായത്തിനൊത്തവണ്ണം ഹല്ലേലൂയ വളർച്ചയില്ലാതെ ഭാരപ്പെടുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച വേണം. അങ്ങനെയെങ്കിൽ ആത്മാവ് പ്രാപിച്ച നാളിൽ നീ എങ്ങനെയായിരുന്നു? ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിൽ എങ്ങനെയായിരുന്നു? എന്നാൽ അതനുസരിച്ച് വളരുന്നില്ലെങ്കിൽ ആത്മാവ് കെട്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ആത്മാവ് അണഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ ആത്മാവ് അണയാതിരിക്കണമെങ്കിൽ അത് നീ ജ്വലിപ്പിക്കണം. നിന്റെ വീട്ടിലെ അടുപ്പ് നീ ജ്വലിപ്പിക്കണം. അയൽവാസി വന്ന് അതിനെ ജ്വലിപ്പിക്കത്തില്ല. നിന്റെ വീട്ടിലെ അടുപ്പ് നീ കത്തിക്കണമെങ്കിൽ, നിന്റെ വീട്ടിലെ കാര്യം നീ ചെയ്യണമെങ്കിൽ, നിന്റെ ഹൃദയത്തില് നിന്റെ ആത്മാവിന് വേണ്ടിയുള്ളത് നീ കരുതണം. രക്ഷ അവനവനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. എനിക്ക് പറയാനേ കഴിയത്തുള്ളൂ, വചനം പ്രസംഗിക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ ജ്വലിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും അവനവനാ ജ്വലിപ്പിക്കേണ്ടത്. എനിക്കിന്ന് രാത്രി ആത്മാവിൽ ജ്വലിക്കണമെന്നുള്ള ഒരാശ, ഒരാഗ്രഹം, ഒരു ബലം നമുക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ജയമെടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ശത്രുവിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർക്കാതിരുന്നാൽ ശത്രു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, നിങ്ങളുടെ വീട്ടിലേക്ക് വരും. എന്നാൽ ശത്രുവിന് ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ സ്തോത്രം. അവനെ തുരത്തിക്കളയണം, ഓടിച്ചു കളയണം. പ്രതികരണശേഷിയുള്ളവരായിരിക്കണം. അവൻ ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കുന്നവരായിരിക്കണം. ഇന്ന് രാത്രി ശക്തി പ്രാപിക്കണം. ഈ രാത്രി നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കണം. അസാധാരണമായ ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്ന ഒരു മനുഷ്യന്, മോശയ്ക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം പ്രകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ സ്തോത്രം. നമുക്ക് കാണാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത്. അതിന് ആ ശക്തിയുണ്ട്. ആത്മാവിന് ആ ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് 100 ഡിഗ്രി തിളയ്ക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. 100 ഡിഗ്രി തിളയ്ക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. അതിന് ഏകദേശം അത് താഴേക്ക് വന്നെങ്കിൽ, അതിന്റെ ചൂട് ഇച്ചിരി തണുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം അത് ഉൾക്കൊള്ളത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ വെള്ളം പതിച്ചാൽ അത് പൊള്ളിപ്പോകും. എന്ന് പറഞ്ഞതുപോലെ ആത്മാവിന്റെ അതേ ശക്തിയിൽ ഇറങ്ങി വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അത് നേരിയ നിലയിൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ അവൻ സാധുക്കളാണ്, മനുഷ്യൻ ക്ഷണികനാണ്. ഇതറിഞ്ഞ ദൈവം നമ്മുടെ മേൽ അവന്റെ ആത്മാവിനെ പകരുന്നത് ആ നിലയിലാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളത്തക്ക വണ്ണം നമ്മുടെ ഹൃദയം ഒരുക്കമുള്ളതായിരിക്കണം. നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരായിരിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അഗ്നിജ്വാല പോലെ അവരുടെ നാവിൽ വെളിപ്പെട്ടു. അവൻ
സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ നാവ് അഗ്നിജ്വാല പോലെയുള്ള നാവായി വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ചില വിടുതലുകൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയുന്ന പലതും നടക്കാതിരിക്കുന്നത് നമ്മുടെ നാവിൽ അഗ്നി തൊടാത്തത് കൊണ്ടാണ്, തീ തൊടാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ തീ നമ്മുടെ നാവിന്റെ മേൽ തൊടാത്തത് കൊണ്ടാണ് നമ്മുടെ അന്യഭാഷയിൽ വിടുതൽ നടക്കാത്തത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ വിടുതൽ നടക്കാത്തതിന്റെ പ്രധാന കാരണം ആത്മാവ് നമ്മുടെ മേൽ തൊടാത്തത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം സ്പർശിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ചലിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ, ആത്മാവ് നിങ്ങളെ ഉദ്യമിപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, അടങ്ങിയിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങണം. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ പറ്റിയില്ലേലും, ഒത്തിരി കാര്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ലേലും, ആത്മാവ് ഇറങ്ങിയാൽ നമ്മൾ സംതൃപ്തരായി. ഹല്ലേലൂയ. നമ്മൾ ബലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, വിടുതൽ വ്യാപരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്വാനിക്കുന്നത്. എന്നാൽ ആത്മാവ് ഇറങ്ങിയാൽ നമുക്ക് ഒത്തിരി അധ്വാനമൊന്നും വേണ്ട. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കണം. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൂരെ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി വിടുതൽ കൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ആത്മാവ് അവിടെ ഇറങ്ങിയാൽ മതി. അതിവേഗം ഓടുന്ന വചനം ദൈവം അയച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ കെടുത്തു കളഞ്ഞാൽ ആത്മാവിന് ചെല്ലാൻ കഴിയത്തില്ല. ആത്മാവ് ദൈവം നമ്മുടെ അവസ്ഥയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നവനല്ല. ആത്മാവ് ദൈവം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നവനാണ്. നമ്മൾ വ്യവസ്ഥാപിതമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വിടുതലും വ്യവസ്ഥാപിതമായിട്ട് അവിടെ നടന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് എങ്ങനെ വരും? നിങ്ങളുടെ മേൽ വരും. ആത്മാവിനെ കെടുക്കരുത്, നിങ്ങളുടെ മേൽ ആത്മാവ് വരും. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 1-8 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവ് വാഗ്ദത്തം നൽകുന്ന അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? ശക്തി ലഭിക്കുകയാ. ശക്തി ലഭിക്കുകയാ. ഈ ദിവസങ്ങളിൽ ശക്തിയില്ലാതെ, ബലമില്ലാതെ, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, മാനസിക ആരോഗ്യമില്ലാതെ, ചില വിഷയത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. ധൈര്യം സംഭരിക്കുക, ധൈര്യമായിരിക്കുക. ഭയപ്പെടരുത്, ധൈര്യം വരട്ടെ. ആത്മാവ് ഇറങ്ങിയാൽ ശക്തി വരും. ശക്തി വരും. മുമ്പോട്ട് പോകാനുള്ള ശക്തി ദൈവം തരും. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളുടെ പല വിഷയത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന കാര്യത്തിന്റെ മേൽ ഇന്ന് രാത്രി മുമ്പോട്ട് ഗമിക്കാൻ അതിനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം നൽകും. എന്തിനാണ് ആത്മാവ് ഈ ശക്തി നൽകുന്നത്? ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഈ ശക്തി ലഭിക്കേണ്ടതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഇത് ശക്തിയാണ്, റിയാക്ഷൻ ആണ്. ദൈവത്തിന്റെ ആക്ഷനും റിയാക്ഷനും ഉണ്ട്. സ്തോത്രം. നമുക്ക് പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കുകയും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു ആത്മാവിന്റെ മണ്ഡലമാണ്. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, അപകടം പിടിച്ച കാര്യമാണ്, അപകടമാ. ആത്മാവിന് നമ്മുടെ ദേഹത്തിറങ്ങണമെങ്കിൽ ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയർ അവിടെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനുള്ള ലാൻഡിങ് വേണം, അതിനുള്ള റോഡ് വേണം, അതിനുള്ള റൺവേ വേണം, അതിനുള്ള സംവിധാനങ്ങൾ കൂടെ വേണം. അങ്ങനെയെങ്കിൽ ആത്മാവ് ഇറങ്ങണമെങ്കിൽ അതിനുള്ള ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ആത്മാവ് ഇറങ്ങത്തുള്ളൂ. ഇന്ന് രാത്രി ആ ക്രമീകരണം ഇതുവരെ വരുത്തിയിട്ടില്ലെങ്കിൽ, ഇതുവരെ ആ ക്രമീകരണങ്ങൾ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ആ ക്രമീകരണം ഇന്ന് രാത്രി ജീവിതത്തിൽ ഇറങ്ങണം. പരിശുദ്ധാത്മാവ് ഇറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അലിച്ചപ്പോൾ സ്നാനപ്പെട്ട് അവൻ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ സ്തോത്രം പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങിയെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവ പൈതലിന് മേൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങും. ഹല്ലേലൂയ. റുബലാജനാദന ശംധര. അവൻ ദൈവാത്മാവിന് നമ്മുടെ മേൽ ഇറങ്ങാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ ഈ വാക്യം വായിച്ചതിന് പ്രസക്തിയുള്ളൂ. ആത്മാവിനെ കെടുക്കരുത്. ആത്മാവ് ഉണ്ടെങ്കിലേ ആത്മാവിനെ കെടുക്കരുതെന്ന് പറയാൻ പറ്റും. ആത്മാവില്ലാത്ത ഒരാൾക്ക് ആത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇന്ന് രാത്രി ആത്മാവുണ്ട്, ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരുണ്ട്. സ്തോത്രം. അത് ജ്വലിപ്പിക്കണം, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു, ഇപ്പൊ കാലങ്ങളായിട്ട്
നന്നായിട്ട് പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്നാ? ജ്വലനമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കത്തില്ല. നിരുത്തരവാദിത്വപരമായിട്ട് മുമ്പോട്ട് പോകുക. പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. സ്തോത്രം. പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കത്തില്ല. സ്തോത്രം. അവസരം കിട്ടിയാൽ അത് ചെയ്യത്തില്ല. അങ്ങനെ ഒരു നിലത്തിൽ പുറകോട്ട് പോകുന്ന ഒരു ആത്മീയ ജീവിതമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങിയാലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞത് കാര്യം, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെ മേലും പറഞ്ഞു. എല്ലാവരുടെ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന 57 ഡിവൈസിന്റെ മേലും പരിശുദ്ധാത്മാവ് നിറങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും ഹല്ലേലൂയ പതിഞ്ഞു എന്നാ. ദൈവത്തിന് സ്തോത്രം. അവരുടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രത്യാശയോടെ നിറയുകയാ. ഹല്ലേലൂയ. എന്തിനാ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉദ്യമിപ്പിക്കാൻ, കർത്താവിനോട് ചേരുകയാ. നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന ഒരു പ്രതീതി പോലെയാ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ. അതിന്റെ കാരണം എന്നാ? നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറി, നമ്മുടെ വേദനകൾ മാറി, നമ്മുടെ പ്രതിസന്ധികൾ മാറി. അല്പസമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ രോഗം മാറുകയാ. ഹല്ലേലൂയ. ഒരു പ്രവാചകനും തലയെ കൈവച്ച് രോഗത്തെ ശാസിക്കണ്ട. ആത്മാവ് നിറഞ്ഞാൽ രോഗം ഇപ്പോൾ മാറിപ്പോകും. പുറത്തു പറയാൻ കഴിയാതെ പല വിഷയങ്ങളും പല രോഗങ്ങളും നമ്മൾ പുറത്തു പറയാറില്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ രോഗങ്ങളാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്നും ഏതൊക്കെ ശാരീരിക വൈകല്യങ്ങളാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്നും നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ആത്മാവ് അതിനെ തൊടുകയാ. യെസ്. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവ് നിറയും തോറും വിടുതലുകൾ വ്യാപരിക്കുക. അങ്ങനെ ആത്മാവ് നിറയുമ്പോഴാ കാലേബിനെ പോലെയൊക്കെ ആകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാ ശക്തി വരുന്നത്. ഹല്ലേലൂയ. നിർജീവമായ ശരീരഭാഗങ്ങൾ ജീവൻ വയ്ക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാ. ആത്മീയ ചൈതന്യം പോലെ തന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോ ആത്മീക ചൈതന്യം പോലെ തന്നെ ശാരീരിക ചൈതന്യം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന സെക്കര്യാവിന്റെ ജീവിതത്തില് അവസ്ഥകളെ നമ്മൾ അറിയുന്നു. പക്ഷേ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ അവൻ വിടുതൽ പ്രാപിച്ചവനായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങി പുറപ്പെട്ടവനാ. പക്ഷേ ചില കാലങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദൈവം അവന്റെ വിഷയത്തിൽ ഹല്ലേലൂയ വലിയ വിടുതലുകൾ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശിംശോൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ. പരാജയപ്പെട്ടു പോയി. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി, കണ്ണ് കുത്തിപ്പൊട്ടിച്ചവനായി, ഹല്ലേലൂയ ആരെയും കാണാൻ കഴിയാത്തവനായി നിൽക്കുകയാ. ആ സമയത്ത് അവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങനെ ആത്മാവിനെ ഒരിക്കൽ കൂടെ എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കണ്ണില്ലാത്തവന്റെ പ്രാർത്ഥന, പ്രതീക്ഷയില്ലാത്തവന്റെ പ്രാർത്ഥന, ഇനി ജീവിക്കണം എന്നുള്ള കൊതിയില്ലാത്തവന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന പറയുന്നത് എന്നാണെന്നറിയാമോ? ഒരിക്കൽ കൂടെ എനിക്ക് ആത്മാവിനെ തരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ആത്മാവ് ഇറങ്ങിയത് അവൻ ജീവിച്ചിരിക്കുമ്പോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവന്റെ മരണ സമയത്ത് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഇനി ഇത്ര വയസ്സായി, ഇനി കർത്താവിന് വേണ്ടി എന്താ ചെയ്യാനാ? ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരല്ല, ആത്മാവ് ഇറങ്ങിയ ചില കാര്യങ്ങൾ, ജീവിച്ചിരുന്ന നാൾ വരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ആത്മാവ് ഇറങ്ങിയാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നീ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം ഹല്ലേലൂയ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യാൻ കഴിയും. കർത്താവിന് സ്തോത്രം. മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ചിലരെ ബലപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നേരത്തെ യുദ്ധാഭ്യാസം അറിയത്തില്ലായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, ആരോഗ്യമുള്ളപ്പോ ഇതൊന്നും അറിയത്തില്ലായിരുന്നു, കണ്ണിന് കാഴ്ചയുള്ളായിരുന്നപ്പോ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ശരീരം ക്ഷീണിച്ചപ്പോഴാണ് യുദ്ധതന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴാ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. എന്തെല്ലാം പരാജയം വന്നാലും ദൈവവൈതലെ ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങിയാൽ അതിനെല്ലാം നികത്താൻ കഴിയും. ദൈവത്തിന് അത് നികത്താൻ കഴിയും. ദൈവത്തിന് അത് പരിഹരിക്കാൻ കഴിയും.
ദൈവത്തിന് അത് നടത്താൻ കഴിയും. ചില വാതിലുകൾ ദൈവത്തിന് തുറക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, കർത്താവേ എനിക്ക് വാതിൽ തുറന്നില്ലല്ലോ, ഞാൻ പ്രതിസന്ധിയിലാണല്ലോ. അതെ പ്രിയരെ, ഭാരപ്പെടേണ്ട. വാതിൽ തുറന്നില്ലേലും അടച്ചിരിക്കുന്ന മുറിക്കകത്തേക്ക് കർത്താവ് വരും. ദൈവത്തിന് സ്തോത്രം. അടച്ചിരിക്കുന്ന മുറിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഇന്ന് രാത്രി നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലേലും, നിനക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഇറങ്ങാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ അവന് കഴിയും. ഇന്ന് രാത്രി അവൻ ഇറങ്ങുക തന്നെ ചെയ്യും. ചില വിഷയത്തിന്റെ മേൽ, ചില തലമുറയുടെ വിഷയത്തിന്റെ മേൽ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങുകയാ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർക്ക് അവർ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവരെ ഉച്ചരിപ്പാൻ ലഭിച്ചതുപോലെ അന്യഭാഷയിൽ. ഇത് കേട്ടവരെല്ലാം ഞെട്ടി. കാരണം ഗലീലക്കാര് അറബി സംസാരിക്കുന്നു, ഗലീലക്കാര് ഫിലിപ്പീൻസിൽ സംസാരിക്കുന്നു. അങ്ങനെ ഏകദേശം 18 ഭാഷക്കാർ അവിടെ കൂടിയിരിക്കുകയാ. ഇവരുടെ എല്ലാം ഭാഷയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഗലീല ഭാഷ മാത്രം സംസാരിക്കുന്ന ഇവരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാലേ എങ്ങനെ ഇതറിയാം? കാരണം ഇവരെ പല സ്ഥലത്തുനിന്നും ഓരോ വർഷവും യെരൂശലേമിൽ ഉത്സവത്തിന് വരുന്ന ഇവരെ എല്ലാം കുറിച്ച് അവർക്ക് അറിയാം. പക്ഷേ ഈ സാഹചര്യത്തിന്റെ നടുവിൽ ഒരു കൂട്ടം 120 പേർ ഗലീലക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. അവരുടെ മേൽ അവർ പറയുന്ന ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ എത്രയോ വലുതാണ്. ഭയങ്കരമായ കാര്യങ്ങൾ അവർ പറയുന്നത്. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറയുന്നു എന്നാ. ഇന്ന് രാത്രിയിലും ആത്മാവ് ഇറങ്ങിയാൽ, നിന്റെ നാവിനെ തൊട്ടാൽ നിനക്ക് വൻ കാര്യങ്ങളെ പറയാൻ ദൈവം കൃപ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യാൻ, വൻ കാര്യങ്ങളെ പറയാൻ. ഹല്ലേലൂയ. കർത്താവേ, എനിക്കത് പറയാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് അവരോട് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലല്ലോ, കർത്താവിനെ കുറിച്ച് എനിക്ക് അവരോട് പറയാൻ പറ്റിയില്ലല്ലോ. ഇതുവരെ നീ ഭാരപ്പെടേണ്ട. ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങും. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉദ്യമിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അന്യഭാഷയിൽ നിറയ്ക്കും. പറയേണ്ടവരോട് പറയത്തക്കവണ്ണം ആത്മാവിൽ നിറയ്ക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവം പുതിയതൊന്നും ചെയ്യുകയാ. ദൈവം തന്നെ മെതിവണ്ടിയാക്കും. ആത്മാവ് ഇറങ്ങിയാൽ ഹല്ലേലൂയ മെതിവണ്ടിയാക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്ന അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചെന്ന, ഹല്ലേലൂയ. അതേപോലെ തന്നെ 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. ഇന്ന് രാത്രി ഹല്ലേലൂയ എനിക്ക് ഇച്ചിരി പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളതല്ല. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണത, ശക്തി പ്രാപിക്കുക. ആത്മാവിന്റെ വലിയ ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ അളവ് പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ 1000 രൂപയായിട്ട് പലചരക്ക് കടയിലോട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് ചെന്നാൽ നമുക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയം ഒരു 10,000 രൂപ ആയിട്ട് ചെന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അറിയാമോ? ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവര് 1000 രൂപയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഇങ്ങനെ നിൽക്കും, എന്തോ വാങ്ങിക്കണമെന്ന്. പക്ഷെ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ കണ്ണും മടിക്കത്തില്ല. അവർ കൈ കിട്ടുന്നതെല്ലാം മാരിയെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ആത്മാവിന്റെ വലിയ അളവ് കിട്ടിയാൽ ആ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്തോത്രം. ആത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചാൽ അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവനെ അനുഭവിച്ചറിയണം. ആത്മാവിനെ അനുഭവിച്ചറിയണം. നമുക്ക് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞത് കേട്ടതുപോലെ ഒന്നുമല്ല. ഇന്ന് രാത്രി ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുന്നത് അനുഭവിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അതാ നമ്മുടെ അനുഭവമാ. ദൈവത്തിന്റെ ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ അനുഭവമാ. ഇതൊരു വഴിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. അതുകൊണ്ട് ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കട്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ ഞാൻ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് എല്ലാം അവന്റെ നിമിത്തം ഞാൻ ചവറെന്നെണ്ണുകയാണ്. കാരണം ഇന്ന് രാത്രി യേശുവിനെ അനുഭവിച്ചറിയണം. ഈ ആത്മസാന്നിധ്യം അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ആത്മാവിനോട് കൂടെ നമ്മൾ ചെല്ലണം. ആത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ നമ്മൾ ആത്മാവിന്റെ കൂടെ പോകണം. എങ്കിലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ ആത്മാവ് നമ്മുടെ മേൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത ദിവസം അതിനേക്കാൾ പ്രവർത്തിക്കത്തക്കവണ്ണം നമ്മൾ ശക്തി പ്രാപിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് കെട്ടുപോകും. പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്നവർ നിരന്തരമായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യമായി നടക്കുന്ന ദൈവജനം അവൻ സാക്ഷ്യം നഷ്ടപ്പെട്ടാൽ ആത്മാവ് കെട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രവചനവരമുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവചനവരം അവൻ വാഞ്ചിച്ച് പ്രവചനം ദൈവം തന്നത് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവൻ ഹല്ലേലൂയ അത് തുരുമ്പെടുത്തു പോകുന്നത് ഒരു ആയുധം പോലെ അവൻ ഹല്ലേലൂയ അത് പിന്നീട് അത് എന്ത് ചെയ്യത്തില്ല, പ്രവർത്തിക്കത്തില്ല. അവൻ ഹല്ലേലൂയ നമുക്ക് ലഭിക്കാൻ വലിയ പ്രയാസമാണ്, പക്ഷെ ലഭിച്ചത് കളയരുത്. ആത്മാവിനെ കെടുക്കരുത്. പ്രാർത്ഥനയെ ആത്മാവിനെ കെടുക്കരുത്. വെളിപ്പാടിന് വരം പ്രാപിച്ചവർ അത് കെടുത്തു കളയരുത്. ഇന്ന് രാത്രി ആത്മാവിനെ കെടുക്കരുതെന്ന് ഒറ്റ വാക്കിൽ പൗലോസ് അത് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ മാർമികമായി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആത്മാവിന്റെ പുതുക്കം നമുക്ക് വേണം, ആത്മാവിന്റെ ശക്തി വേണം. ആമേൻ ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വീട്ടിൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ കഥ കടച്ച് അകത്തിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് താമസിക്കാനുള്ള ഒരു മന്ദിരമാണ് നമ്മുടെ വീട്. അതേപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ ശരീരം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ആമേൻ ഹല്ലേലൂയ. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം പാർക്കുന്നില്ല, താമസിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഇതിലൊന്നും ദൈവത്തിന് പ്രസാദമല്ല. ദൈവത്തിന് പ്രസാദം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം നമ്മളോട് കൂടെ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവ് നമ്മളിൽ ഇറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ വലിയ വിടുതലുകൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ചില വിടുതലുകൾ ദൈവാത്മാവ് ചിലരിൽ അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. ചില വിഷയത്തിന്റെ മേൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല കർത്താവെ, കൈവിട്ടു പോയെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹുബൽകരാധന സന്തരേ ജനത രഗലേ ജനത വൈഡമാനകൽക്കരാധന. ദൈവപ്രവൃത്തി ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ചില പൈതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ദൂരത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവജനം പ്രാർത്ഥിക്കുമെങ്കിൽ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി ദൂരത്തിരിക്കുന്നതിന്റെ കുഞ്ഞിന്റെ മേൽ ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പരിശുദ്ധാത്മാവിനെ ദൈവമാണ് തരുന്നത്. പരിശുദ്ധാത്മാവിനെ ആരാ തരുന്നത്? ദൈവമാ തരുന്നത്. 4:18 നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 1 തെസ്സലോനിക്കർ 4:8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവിനെ തരുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവം. ആരെങ്കിലും എനിക്ക് വിചാരിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കിത് സംസാരിക്കാനേ പ്രസംഗിക്കാനേ കഴിയത്തുള്ളൂ. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ നിഴലിടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേൽ പതിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയുടെ കവിളിൽ 4 വിരലിന്റെ പാട് കണ്ടാൽ കാണുന്നവർക്കറിയാം ഭർത്താവ് അടിച്ചിരുന്നു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ പാട് കണ്ട് കൈയുടെ 4 വിരലിന്റെ പാട് കണ്ടാൽ പറയും ഭർത്താവ് അടിച്ചിരുന്നു. അതൊരു തെളിവാണ്. അതേപോലെ തന്നെ ദൈവാത്മാവ് ഇറങ്ങിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവാത്മാവ് ഇറങ്ങിയാൽ 4 പേര് കണ്ടാ പറയും ഇത് ദൈവാത്മാവ് ഇറങ്ങിയത് തന്നെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ദൈവാത്മാവ് ആ നിലയിൽ ഇറങ്ങണം, കാണത്തക്ക വണ്ണം ഇറങ്ങണം. ആമേൻ. വെറുതെ ദൈവാത്മാവ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വെറുതെ പോകാനല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് വീട്ടിനകത്ത് കാണത്തക്ക നിലയിൽ ഇറങ്ങണം. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഇറങ്ങിയാൽ ആരും പറയണ്ട, കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്കിരിക്കും. ദൈവാത്മാവ് ഇറങ്ങിയാൽ ആരും പറയണ്ട, അസഭ്യം ഒന്നും പറയത്തില്ല. ദൈവാത്മാവ് ഇറങ്ങിയാൽ ജീവിതം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവാത്മാവ് ഇറങ്ങിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങളിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഇറങ്ങിയാൽ ഇന്നലെ വരെ പണിക്ക് പോകാത്തവൻ നാളെ പണിക്ക് പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇറങ്ങിയാൽ ഇന്നലെ വന്ന് മദ്യപാനിയായിട്ടിരുന്നവൻ നാഹന്ന് മുതൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, മദ്യപിക്കത്തില്ല. ഇന്നലെ വരെ മോഷ്ടിച്ചോണ്ട് നടന്നവൻ ദൈവാത്മാവ് ഇറങ്ങിയാൽ അവനെ ദൈവം സന്ദർശിച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, ആ പണിക്ക് പോകത്തില്ല. അവൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവകൃപ പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും
ഇന്ന് രാത്രി നമ്മളാവോളം മുമ്പോട്ട് ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തൻ പറയുന്നതുപോലെ, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. പ്രിയമുള്ളവരെ, നമ്മള് അവൻ യാക്കോബ് കണ്ട കോവേണിയിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആത്മാവിൽ നമ്മൾ ബലപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അതിൽ യാതൊരു തർക്കമേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ, ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു ഭൂതോപദ്രം പ്രാപിച്ച മകനെയും കൊണ്ട് ഒരു പിതാവ് അടുത്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, ഇവനെ നിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവരെന്ത് ചെയ്തില്ല? അവൻ ഹല്ലേലൂയ കഴിഞ്ഞില്ല. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, പിന്നത്തേതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ കർത്താവിന്റെ ശിഷ്യന്മാർ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ചെയ്തു. പൈശാചുക്കളെ ഓട്ടിച്ചു. അവര് രോഗികളെ സൗഖ്യമാക്കി. അവര് കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശക്തിയോടെ പ്രസംഗിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ സ്തോത്രം. ഒരു കാലത്ത് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവര് പറയുന്നത് കാര്യം, അപ്പൊ പറയുന്നത്, നിന്റെ ശിഷ്യന്മാർക്ക് അത് കഴിഞ്ഞില്ല. ഞാൻ അവർക്ക് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കിയതിന് ശേഷം അവൻ ശിഷ്യന്മാരെ അവർ വഴക്ക് പറഞ്ഞു. എന്നാല് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ കാണുന്നത് എങ്ങനെയാ? കർത്താവിന്റെ ശിഷ്യന്മാർ അവർ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പിന്നത്തേതിൽ അവർ ഉപയോഗപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് വരെ നാം പേരെടുത്തവരാണ്, പേര് കേട്ടവരാണ്. ഇന്ന് വരെ നമ്മൾ കാരണം നമ്മളിലൂടെ ദൈവപ്രവൃത്തികളൊന്നും കാണുന്നില്ലെന്ന് പറയാം. എന്നാല് ഇന്ന് രാത്രി ഒരു കാര്യം തീർച്ചയായിട്ടും തിരിച്ചറിയണം. നമ്മുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങിയാൽ ഇന്നലകളിലെ പോലെയല്ല, അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. അവൻ സ്തോത്രം. ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വീട്ടിൽ നിന്ന് 50 20 പൈസ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചാൽ ഹല്ലേലൂയ ആലയത്തിൽ വരുമ്പോൾ ദൈവദാസൻ പറയും, നീ ഇന്ന ദിവസം നിന്റെ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് നീ ഇന്നതുപോലെ പൈസ എടുത്തില്ലേ? സ്തോത്രം. ആ കുട്ടിക്ക് അത് മനസ്സിലായി. പിന്നീട് അവൻ ആ പരിപാടിക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവ് വിവേചിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവാത്മാവിൽ നാം വിവേചിക്കപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ വിവേചനപരമുള്ളവരായിരിക്കണം. ആത്മാവിന്റെ ഫലമുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. മാത്രമല്ല ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മളിൽ വേണ്ടത് അതാണ്, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുക. ഇന്ന് രാത്രി ഈ വചനം നമ്മൾ കേട്ടെങ്കിൽ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തേതിനേക്കാൾ ശക്തി പ്രാപിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണം. അതാണ് ആത്മാവിന്റെ വളർച്ച എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി യഹോവയെ കാത്തിരിക്കുന്ന നമ്മൾ എല്ലാവരും ശക്തിയെ പുതുക്കുന്നവരായിരിക്കണം. നമ്മുടെ ശക്തി ഒന്ന് പുതുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊന്ന് പുതുക്കുകയാണ്. നമ്മുടെ ആയുധം ഒന്ന് പുതുക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന എന്ന ആയുധം ഒന്ന് പുതുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൂർച്ചയില്ലാത്ത കറിക്കത്തി കൊണ്ട് കറിക്കരിഞ്ഞാൽ ഇതൊന്നും മുറിഞ്ഞു വരത്തില്ല. എന്നാൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് നമ്മൾ അരിയാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന എല്ലാം ഒന്ന് മൂർച്ചയുള്ളതായി തീരട്ടെ. നമ്മുടെ ദൈവകൃപയിൽ നമ്മളൊന്ന് മൂർച്ചയുള്ള ആയുധങ്ങളായി മാറാം. ദൈവത്തിന് പ്രയോജനമുള്ള ആയുധങ്ങളായിട്ടങ്ങ് മാറാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് കടന്നുപോയെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. യേശു കടന്നുപോയി, ആത്മാവിന്റെ ശക്തിയോടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായി ആദ്യം നാം കാണുന്നത് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ ചില വിടുതലുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ഫലം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ആത്മാവിന്റെ ഫലം
നമ്മൾക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ആത്മാവിന്റെ ഐക്യത നമുക്കുണ്ടാകണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്ന പോലെ ആത്മാവിന്റെ സഹായത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ആത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് രാത്രി സഹായിക്കാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ആത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാതിരുന്നാൽ, പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയാതിരുന്നാൽ ആത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 12:7 നമ്മൾ വായിക്കുന്നു, ആത്മാവിന്റെ പ്രകാശനം എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിന്റെ പ്രകാശനം. ഹല്ലേലൂയ. നമുക്ക് ഒരു ആത്മാവിന്റെ പ്രമാണമുണ്ട്. ആത്മാവിന്റെ പ്രമാണമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പ്രമാണമുള്ളവരാണ്. നമ്മളൊരു വ്യവസ്ഥാപിതമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. നമുക്കൊരു വ്യവസ്ഥയുണ്ട്, നമുക്കൊരു ഉപദേശമുണ്ട്. കർത്താവ് വരാറായി. അതുകൊണ്ട് ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്യണം. ഈ രാത്രിയിൽ എന്റെ പ്രസംഗം കേട്ടിട്ട് തൃപ്തി അടഞ്ഞു പോകരുത്. ഈ പ്രസംഗിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വേദ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. ആത്മാവിനെ കെടുത്തു കളയരുത്. ആത്മാവാണ് ഏറ്റവും വലുത്. നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാലും ദൈവവചനം പറയുന്നു, മനുഷ്യ നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കരുത്. ആത്മാവിൽ ബലമുള്ളതായി തീരണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തോളം വളരണം. ആത്മാവിന്റെ ശക്തിയിൽ വളരണം. ആത്മാവിന്റെ ബലത്തിൽ ജീവിക്കണം. ആത്മശക്തിയിൽ അകത്തെ മനുഷ്യൻ നാൾതോറും ഞങ്ങളുടെ ശരീരം പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും നാൾതോറും അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ കർത്താവ് വരാറായി. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരാം. അതിന്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കട്ടെ. ഇത്രത്തോളം ദൈവത്തിന്റെ വചനം കേട്ടത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. രക്ഷ വ്യക്തിപരമാണ്. ഇന്ന് രാത്രി കൂടിയിരിക്കുന്ന ജനമേ, ഓരോരുത്തരെ രക്ഷ വ്യക്തിപരമാണ്. അതുകൊണ്ട് ദൈവത്തോട് അടുക്കണം. എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആത്മാവിൽ ബലപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ശക്തി എന്തിനാണെന്നറിയാമോ? ആത്മശക്തി എന്തിനാണെന്നറിയാമോ? കാഹളനാദം കേൾക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് കാഹളനാദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവർ ഈ ഭൂകുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഗാലക്സിക്ക് വെളിയിലേക്ക് അവർ കടന്നു പോകും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് നാം ഈ കാണുന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നാം കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേട്ടാൽ രൂപാന്തരപ്പെടത്തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതം ഒരുക്കമുള്ളതായിരിക്കണം. ഈ ലോകത്തിൽ, നശ്വരമായ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് പരാജയപ്പെടേണ്ടി വരത്തില്ല. നാൾതോറും നമ്മൾ ബലം പ്രാപിക്കും. അതുകൊണ്ട് ആത്മാവിനെ കെടുക്കുന്നവരാകരുത്. ആത്മാവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ ജീവിക്കുന്ന, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന, നമ്മുടെ ആത്മാവിന്റെ ശക്തിയിൽ മുമ്പോട്ട് പോകുന്ന, അന്യഭാഷയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ മക്കളായി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പരിചയമുള്ള മുഖങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ഡോക്ടർ റീന ഫിലിപ്പ്, സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. മറ്റെല്ലാരെയും പരിചയമില്ല. സ്തോത്രം. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് എന്റെ ശുശ്രൂഷയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇതുവരെ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും അവസരമൊരുക്കുകയും ചെയ്ത ദൈവദാസിയോടും അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. മാറാനാഥ.